നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്ട്രാറ്റജീസ് ഫോർ പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത്. ഇത് മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ ഇൻവോൾവ്സ് ആക്ഷൻസ് ദാറ്റ് ക്രിയേറ്റ് ഹെൽത്തി ലിവിങ് കണ്ടീഷൻസ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ്സ് ദാറ്റ് നർച്ചർ ഇമോഷണൽ വെൽബീയിങ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഹെൽത്തി ലിവിങ് കണ്ടീഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റും. നമുക്ക് ജീവിക്കാൻ നമ്മളൊരു ചിട്ടയായ ഒരു ജീവിതശൈലി ഉണ്ടാക്കുക, അതുപോലെ തന്നെ അതിനുതകുന്ന ഒരു നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തത്, ഇറ്റ് എനാബിൾസ് ഇൻഡിവിജ്വൽസ് ടു അഡോപ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ആൻഡ് പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. Promoting mental health depends largely on intersectoral collaborations involving schools, families, healthcare system and communities. ഇത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം സ്കൂളും ഫാമിലിയും ഹെൽത്ത് കെയർ സിസ്റ്റവും നമ്മുടെ കമ്മ്യൂണിറ്റിയും എല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കുക മെൻ്റൽ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ അടുത്തതാണ്, a strong focus on mental health helps people to realize their potential, cope with the stresses of life, work productively and contribute meaningfully to society. It also plays a vital role in preventing mental disorder and reducing the social stigma associated with them. നമ്മൾ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മളിലുള്ള ഒരു പൊട്ടൻഷ്യലിനെ കണ്ടെത്തുക എന്നാണ് അർത്ഥം. നമുക്ക് എന്തൊക്കെ കഴിവുണ്ട്, നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, അതുപോലെ നമ്മുടെ ഈ ചുറ്റിൽ നിന്നും നമുക്ക് ഉണ്ടാവുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അതുപോലെ മെൻ്റൽ ഡിസോർഡേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രൊമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്തതാണ്, മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ ദർഫോർ ഈസ് നോട്ട് ഓൺലി അബൌട്ട് പ്രിവെൻറ്റിംഗ് ഇൽനെസ് ബട്ട് ഓൾസോ അബൌട്ട് എൻഹാൻസിങ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഇമോഷണൽ റെസിലിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ശരിക്കും പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ആ ഒരു മെൻ്റൽ ഡിസോർഡർ അല്ലെങ്കിൽ മെൻ്റലി ഉള്ള പ്രോബ്ലംസിനെ മാത്രം ഇല്ലാണ്ടാക്കലല്ല, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റീനെ അത് എൻഹാൻസ് ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. എന്ന് നമ്മൾ അതിനെ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിന്റാണ് ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസ്. നമുക്ക് മുന്നേ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഹോം വിസിറ്റ് ഫോർ പ്രഗ്നൻറ്റ് വിമൺ. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അമ്മമാർക്ക് അതിൻ്റേതായ അവയർനെസ് കൊടുക്കുകയും അവരുടെ ഹെൽത്തും ഫിസിക്കലി ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ പ്രീ സ്കൂൾ സൈക്കോ സോഷ്യൽ ആക്ടിവിറ്റീസ്. നമ്മൾ മക്കളെ ആദ്യം തന്നെ പ്രീ സ്കൂളിലാണ് ആദ്യം ആക്കുക അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന സൈക്കോ സോഷ്യൽ ആക്ടിവിറ്റീസ്, കമ്പൈൻഡ് ന്യൂട്രീഷണൽ ആൻഡ് സൈക്കോ സോഷ്യൽ ഹെൽപ്പ് ഫോർ ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിസേബിൾഡ് ചിൽഡ്രൻ. ഡിസേബിൾഡ് ചിൽഡ്രനെ നമ്മൾ മനസ്സിലാക്കിയാൽ അവർക്ക് വേണ്ട പ്രത്യേക കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏർലി ഇൻ്റർവെൻഷൻ പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നത്. ഇനി രണ്ടാമത്തേതാണ് സോഷ്യൽ സ്കിൽ ബിൽഡിംഗ് പ്രോഗ്രാംസ്. അതിൽ വരുന്നത് ഒന്ന് സോഷ്യൽ സ്കിൽസ്, ബിഹേവിയർ മാനേജ്മെൻറ്റ്, കോപ്പിംഗ് സ്ട്രാറ്റജീസ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, നമ്മുടെ ബിഹേവിയറൽ മാനേജ്മെൻറ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ സ്കിൽ ബിൽഡിങ്ങിൽ വരുന്നത്. മൂന്നാമത്തതാണ് ഫാമിലി എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ്. അതിൽ വരുന്ന എന്തൊക്കെയാണ്? വർക്ക് ഫേസ് ടു ഫേസ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ് ടു ഹാൻഡിൽ ലൈഫ് സ്ട്രെസ്സസ്, അഡ്രസ് ബാരിയേഴ്സ് ദാറ്റ് ഇൻ്റർഫിയർ വിത്ത് പോസിറ്റീവ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹെൽപ്പ് ഫാമിലീസ് മാനേജ് ക്രൈസിസ് സച്ച് ആസ് സെപ്പറേഷൻ, ലോസ്, വയലൻസ് എക്സെട്ര. അപ്പോൾ ഫാമിലി എക്സ്റ്റൻഷനിൽ വരുന്നത് ഫാമിലിയും കുട്ടികളും തമ്മിലുള്ളൊരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ചില ഫാമിലി സെപ്പറേറ്റഡ് ആയിരിക്കും, സിംഗിൾ പാരൻറ്റ് കുട്ടികളുണ്ടാവും. അത്തരം കുട്ടികളൊക്കെ പ്രത്യേകം മനസ്സിലാക്കി അവർക്ക് വേണ്ട ഒരു മെൻ്റൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തത് സ്കൂൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്. സ്കൂളിൽ എന്തൊക്കെ പ്രോഗ്രാംസ് അറേഞ്ച് മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ. നമുക്ക് സ്കൂളിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്താം. പിന്നെ ഹെൽപ്പ് ചിൽഡ്രൻ സോൾവ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രോബ്ലംസ് ഇൻഡിപെൻഡൻ്റ്ലി. നമുക്ക് കുട്ടികൾക്ക് അവർക്ക് തന്നെ സ്വയം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനുള്ളൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ പ്രൊമോട്ട് ടോളറൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡൈവേഴ്സിറ്റി ഇൻ സ്കൂൾസ്. കുട്ടികളെ സ്കൂളിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്ഷമ, അതുപോലെ മറ്റുള്ളവരിൽ വേണ്ട അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ ഓരോ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണെന്നുള്ളത് ഓരോ കുട്ടികൾക്കും മനസ്സിലാക്കി കൊടുക്കുക. ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകളും കഴിവുകേടുകളും ഉണ്ടാകും. അത് മനസ്സിലാക്കി
കുട്ടികൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം? സ്ക്രീനിങ് ഫോർ ലേണിംഗ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ്, പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് നടത്താം, ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയറൻമെൻറ്റ് ഉണ്ടാക്കാം. ഇതൊക്കെയാണ് സ്കൂൾ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ വരുന്നത്. 5ാമത്തെ പോയിന്റാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്. അതിൽ വരുന്ന എന്താണ്? ഇൻക്രീസ് അവയർനെസ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് എമംഗ് സ്റ്റുഡൻസ്, ഫാമിലീസ് ആൻഡ് സ്കൂൾസ്, ബിൽഡ് സപ്പോർട്ടീവ് സ്കൂൾ എൻവയറൻമെൻറ്റ്സ്, provide integrated community services focusing on psychosocial wellness and health related issues. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ വരുന്നത്. ഇനി 6ാമത്തെ പോയിന്റാണ് ട്രെയിനിങ് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ടീച്ച് പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് strategies to cope with disruptive behavior, organize mental health training for vulnerable groups such as minorities, indigenous people, migrants, people affected by conflict and disasters. അപ്പോൾ ഇത്തരം കുട്ടികളൊക്കെ നമ്മൾക്ക് മനസ്സിലായാൽ അവർക്ക് ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയ ആൾക്കാരെ സ്കൂളിലൊക്കെ നിയമിക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ 7ാമത്തെ പോയിന്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊവിഷൻസ്. ഇറ്റ് മേ ഇൻക്ലൂഡ് വർക്കിംഗ് വിത്ത് പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സപ്പോർട്ട് പേഴ്സണൽസ് ടു ക്രിയേറ്റ് ഹെൽത്തി ആൻഡ് സേഫ് സ്കൂൾ എൻവയറൻമെൻറ്റ്. എല്ലാം നമ്മൾ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം കുട്ടികൾ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് സ്കൂൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ്. 2ാമത്തേതാണ് പാരന്റിംഗ് വിത്ത് സ്കൂൾ ആൻഡ് കമ്മ്യൂണിറ്റി ബേസ്ഡ് പേഴ്സണൽ ഫോർ എ കോംപ്രഹെൻസീവ് സ്കൂൾ ബേസ്ഡ് മെൻ്റൽ ഹെൽത്ത് സർവീസ്. ആക്സസ് ചിൽഡ്രൻ അറ്റ് റിസ്ക് റെഗുലർലി. അതുപോലെ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ വരുന്ന റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതാദ്യം ആക്സസ് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്കൂളിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ പ്രൊവൈഡ് എ സ്കൂൾ എൻവയറൻമെൻറ്റ് ഫ്രീ ഫ്രം ഇൻകൺസിസ്റ്റൻസി ആൻഡ് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ്. പിന്നെ അടുത്ത പോയിന്റാണ് ക്രിയേറ്റ് ആൻ ആക്സെപ്റ്റിംഗ് ആൻഡ് നോൺ ക്രിട്ടിക്കൽ ക്ലാസ് റൂം എൻവയറൻമെൻറ്റ്. നമ്മൾ ഒരു ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള കുട്ടികളുണ്ടാവും. നന്നായി പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ടാവും, നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, ഇതിനൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു ഏവറേജിലുള്ള ഒരു കുട്ടികൾ. അപ്പം എല്ലാ കുട്ടികളെയും ആക്സെപ്റ്റ് ചെയ്യാനും ഒരു നോൺ ക്രിട്ടിക്കൽ സിസ്റ്റം ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവണം. അല്ലാണ്ട് പഠിക്കാത്ത കുട്ടികൾ എപ്പോഴും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്ത് അവരുടെ ഉള്ള കോൺഫിഡൻസ് കൂടി ഇല്ലാതാക്കാതെ നമ്മൾ അവരെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അവരുടെ മെൻ്റൽ ഹെൽത്ത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത പോയിന്റാണ് ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ്, എംഫസൈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ്, പ്രൊവൈഡ് സൈക്കോളജിക്കൽ ഓർ മെഡിക്കൽ ഇൻ്റർവെൻഷൻ ഫോർ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് ഇഫ് വി നീഡഡ്. അതെ, നമുക്കിപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലായാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ കൗൺസിലറാ ഇതൊക്കെ ഓരോ സ്കൂളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ പറയാം? പ്രൊമോട്ടിംഗ് മെൻ്റൽ ഹെൽത്ത് റിക്വയർസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് എമംഗ് സ്കൂൾസ്, ഫാമിലീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ നമുക്ക് ലേണേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പാരൻസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഫാമിലീൻ്റെ ഭാഗത്തുനിന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ കമ്മ്യൂണിറ്റി, ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഒരു സിസ്റ്റം, അവരുടെ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് വേണ്ടത്. 2ാമത്തെ പോയിന്റ് ഏർലി ഇൻ്റർവെൻഷൻ, അവയർനെസ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലേ കീ റോൾസ്. അപ്പോൾ മുന്നേയുള്ള കണ്ടെത്തലുകൾ അതുപോലെ അതിനു വേണ്ട അവയർനെസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ ഇതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു റോൾ നിർവഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റാണ് എ ഹെൽത്തി മൈൻഡ് സപ്പോർട്ട് അക്കാദമിക് സക്സസ് ആൻഡ് ഇമോഷണൽ വെൽബീയിങ്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മൈൻഡാണ് നല്ലൊരു അക്കാദമിക് സക്സസിനും ഇമോഷണൽ വെൽബീയിങ്ങിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സ്ട്രാറ്റജീസ് ഫോർ മെൻ്റൽ ഹെൽത്ത് പ്രൊമോഷൻ. താങ്ക് യു.